ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ഉസ്താദന്മാരെ, നമ്മളെ മദ്രസയിൽ 1-ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ ചേർക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ചില ആളുകൾക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് സമസ്ത ഇൻഫോ എന്നതിൽ പോവുക. സമസ്ത ഓൺലൈൻ എന്ന് കാണും, അതിലൊന്ന് പോവുക. ഇതിൽ പോയിട്ട് നമ്മളെ മദ്രസൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മളെ മദ്രസൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ആഡ് ചെയ്യണം. ക്ലാസ് ഇപ്പോൾ നിലവിൽ എന്തായിട്ടുണ്ട്, 6-ാം ക്ലാസ് നിലവിൽ ഓഫീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 5-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച കുട്ടികളെ മൊത്തം 6-ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് 6-ാം ക്ലാസ് ഓഫീസിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല 5-ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഓഫീസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 6-ാം ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പരീക്ഷ റീവാലുവേഷൻ അതിൻ്റെയൊക്കെ റിസൾട്ടിനനുസരിച്ച് എന്ത് ചെയ്യും, ആ കുട്ടികൾ ജയിക്കുകയാണെങ്കിൽ അവരെയും എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് പോലെ ആഡ് ചെയ്യും. നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഗൂഗിൾ ഫോം പരിചയപ്പെടുത്തിയിരുന്നു, ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ആ ഫോം ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മാനേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. മാനേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അവിടെ പോയാൽ നമുക്ക് ഇതാ ഇങ്ങനൊരു ഓപ്ഷൻ കാണും. ഇവിടെ ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആഡ് സ്റ്റുഡൻറ്റ് എന്നുണ്ട്. നേരെ ആഡ് സ്റ്റുഡൻറ്റിൽ പോവുക. ഇവിടെ നേരെ ആദ്യം ക്ലാസ് സെലക്ട് ചെയ്യുക. ക്ലാസ് സെലക്ട് ചെയ്ത് 1 എന്ന് സെലക്ട് ചെയ്യുക. ഡിവിഷൻ ഉണ്ടെങ്കിൽ എ ഡിവിഷൻ, ഒരു ഡിവിഷനും ഇല്ലെങ്കിൽ എ എന്ന് സെലക്ട് ചെയ്യണം. കുട്ടീൻ്റെ പേര് അടിച്ചു കൊടുക്കുക. കുട്ടീൻ്റെ പേര് അറബിയിൽ അടിച്ചു കൊടുക്കുക. പിന്നെ കുട്ടീൻ്റെ വാപ്പാൻ്റെ പേര് എഴുതി കൊടുക്കുക. കുട്ടീൻ്റെ വാപ്പാൻ്റെ പേര് അറബിയിൽ എഴുതി കൊടുക്കുക. സ്ഥലം എവിടെയെന്ന് എഴുതി കൊടുക്കുക. ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ടൈപ്പ് ചെയ്യുക. കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുക. അഡ്മിഷൻ ഡേറ്റ്, എന്നാണോ അഡ്മിഷൻ എടുക്കുന്നത് വെച്ചാൽ ആ ഡേറ്റ്, അഡ്മിഷൻ നമ്പർ. അതായത് അഡ്മിഷൻ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഡ്മിഷൻ പട്ടിക ഉണ്ടാവും മദ്രസയിൽ, അതിൽ അവസാനത്തെ അഡ്മിഷൻ നമ്പർ എത്രയാണോ നോക്കിയിട്ട്, ഇപ്പോൾ 901 ആണെങ്കിൽ നമ്മളിവിടെ 902 കൊടുക്കണം. ഇനി അഥവാ നമ്മളിവിടെ 902 കൊടുത്തിട്ട് അഡ്മിഷൻ നമ്പർ ആൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. അതായത് ഈ അഡ്മിഷൻ നമ്പർ നിലവിൽ ഒരു കുട്ടീൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ 902 എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ കുട്ടീൻ്റെ വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ് പിൻകോഡ്, മൊബൈൽ നമ്പർ, പിന്നെ കുട്ടീൻ്റെ രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ വീട്ടുപേര്, രക്ഷിതാവിൻ്റെ സ്ഥലം, കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്, പിന്നെ മൂപ്പരെ ജോലി എന്താണ്, കുട്ടിയുടെ തിരിച്ചറിയാനുള്ള അടയാളം, ഇതെല്ലാം കൊടുത്ത് ആടടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ എന്തായി, ആടായി. നമുക്കിവിടെ അങ്ങനെ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതൊന്ന് ഇത് വീഡിയോ ഒന്നും കൂടി പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നല്ലാത്ത വേറൊരു ക്ലാസ്സിലേക്ക് നമ്മളൊരു കുട്ടീനെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടീനെ ആഡ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ഡിവിഷൻ എന്നുണ്ടാവും, അതെടുക്കുക. പിന്നെ കുട്ടീൻ്റെ പേര് ഈ പറഞ്ഞ പോലെ അറബിയിൽ ഇംഗ്ലീഷിലൊക്കെ കൊടുക്കുക. കുട്ടീൻ്റെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക. ആണാണോ പെണ്ണാണോ തിരിഞ്ഞു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അഡ്മിഷൻ ഡേറ്റ്, അഡ്മിഷൻ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ആ കുട്ടീനെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ യോഗ്യതാ പരീക്ഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കും. യോഗ്യതാ പരീക്ഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ചോദിക്കും. ഒന്നല്ലാത്ത ക്ലാസ്സിലേക്ക് കുട്ടീനെ ആഡ് ചെയ്യുകയാണെങ്കിൽ യോഗ്യതാ പരീക്ഷൻ്റെ ഫോം ചോദിക്കും. അപ്പോൾ യോഗ്യതാ പരീക്ഷൻ്റെ ഫോം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നു. നേരെ നിങ്ങളെ ടെലഗ്രാം ഓപ്പൺ ആക്കുക. ടെലഗ്രാം ചാനൽ ഓണാക്കിയ അവിടെ SKMBB ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതിലിങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആ ഫോം ഇവിടെ ഇങ്ങനെ തിരഞ്ഞാൽ കിട്ടും. ഇവിടെ ഇതാണ് ആ ഫോം, യോഗ്യതാ പരീക്ഷൻ്റെ ഫോം ഇതാണ്. ഈ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. ഒന്നല്ലാത്ത ക്ലാസ്സിക്ക്
ഏത് കുട്ടീനെ ആഡ് ചെയ്യുകയാണെങ്കിലും അത് കൊടുക്കണം. 1ാം ക്ലാസ്സിലെ കുട്ടികളെ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട, അത് കൊടുക്കണ്ട. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് വന്നല്ലോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം വെച്ചിട്ട് കുട്ടികളൊക്കെ ആഡ് ചെയ്തിട്ട് മദ്രസ തുറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളോടും പിന്നെ കുട്ടികളെ ചേർക്കാൻ വരികയാണെന്ന് മുമ്പ് മുൻകൂട്ടി പറയണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മദ്രസ തുറക്കണം അന്ന് തന്നെ രക്ഷിതാക്കൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മളിതാ ഇവിടെ എങ്ങനെ പോയാൽ ഇവിടെ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണും. ഇതാ ഈ കാണേണ്ടതാണ് അഡ്മിഷൻ രജിസ്റ്റർ ഇത്. അപ്പോൾ ഇവിടെ ഒന്നിങ്ങനെ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത കുട്ടികളെ അഡ്മിഷൻ നമ്പർ ഇതാ ലാസ്റ്റിക്കാണ് വരിക. അപ്പം നമ്മൾ പുതുതായിട്ട് ചേർക്കണ കുട്ടികളെ അഡ്മിഷൻ നമ്പർ ലാസ്റ്റിക്കാണ് വരിക. അതിൻ്റെ ഇവിടെ മുകളിൽ പോയിട്ട് ഇവിടെ 50 എണ്ണം കാണാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആൾ എന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ 50 എണ്ണമാണ് നിലവിലുണ്ടാകുക. അത് ആൾ എന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് ചേർത്ത കുട്ടികളെ ലാസ്റ്റാണ് വരിക. അപ്പോൾ ആ കുട്ടികളെ പേര് അന്യ കുട്ടിയുടെ പേര് ഇതന്നെയല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, നാദിസ് മുഹമ്മദ് എന്ന്. അപ്പോൾ ഇതന്നെയാണ് കുട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ വലത് ഭാഗത്ത് പോയാൽ ഡൗൺലോഡ് എന്ന് കാണാം. ഇപ്പോൾ ആ കുട്ടീൻ്റെ അഡ്മിഷൻ ഫോമാണ് ഇപ്പോൾ ഇവിടെ ഈ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. മദ്രസ തുറക്കണമെന്ന് രക്ഷിതാക്കൾ വരുമ്പോൾ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിടിച്ചാൽ മാത്രം മതി, വേറൊരു പണിയില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഗൂഗിൾ ഫോം പരിചയപ്പെടുത്തിയതും. ഗൂഗിൾ ഫോം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഈ ഫോം നമ്മൾ എന്ത് ചെയ്യുക, നിലവിൽ അവിടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇവിടെ പോയാൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ പ്രിൻ്റ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വാട്സപ്പിൽ അപ്പുറത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടയിലേക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുത്താൽ ഓല അത് പ്രിൻ്റ് എടുത്ത് തരും. ഇങ്ങോട്ട് മൊത്തം കുട്ടികളെ പേപ്പർ മദ്രസ തുറക്കണം അന്ന് ഒക്കെ പ്രിൻ്റ് എടുത്ത് ലെവലാക്കി വെച്ചാൽ പിന്നെ രക്ഷിതാക്കൾ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഫോം കൊടുക്കുക, ഓലെ കൊണ്ട് ഒപ്പിടിക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. 6000-8000 ഉസ്താദ്മാരുണ്ട്, നമുക്ക് വെറും സബ്സ്ക്രൈബറായിട്ടുള്ള വെറും 2000 ആൾക്കാരുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ബിസ്കത്രം കാണിച്ചിട്ടൊന്നും കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം കിട്ടുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.